ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ ആരെയാ സ്നേഹിക്കുന്നു പറഞ്ഞ്? ഗാഥയല്ലേ? അല്ലാതെ കൃഷ്ണൻ എന്നുള്ള ഒരാള് ജീവിച്ചിരിക്കുന്ന കൂടെ അയാൾക്ക് അറിയില്ലല്ലോ. മോളെ, അവന്റെ പ്രണയം മുഴുവൻ നിന്നോടാ. ഇത് ശരിയാവില്ല മമ്മി, ശരിയാവില്ല. ശരിയാവണം. ഇപ്പൊ എനിക്ക് ആ ഗാഥയാണ് ഇഷ്ടം. മമ്മി, മമ്മി, ഓ മമ്മി. എന്താ എന്തു പറ്റി മോളെ? അവള് ആ കൃഷ്ണനെ ഇപ്പോ ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്ത് പറ്റി? അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, നവീന. നവീൻ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ നവീൻ എന്താ എന്നോട് പറഞ്ഞെന്നറിയോ? നവീനോട് ഇന്നലെ സംസാരിച്ച രീതിയിൽ സംസാരിക്കാൻ. ഇന്നലത്തെ സംസാര രീതിയോട് നവീന് വല്ലാത്ത പ്രണയം തോന്നുന്നു എന്ന്, അത് ഫീൽ ചെയ്യുന്നു എന്ന്. നോ മമ്മി, എനിക്കിനി റിസ്ക് എടുക്കാൻ പറ്റില്ല മമ്മി. സോ അവളെ ഇപ്പൊ പറഞ്ഞു വിട്ടേ പറ്റൂ. പറഞ്ഞു വിട്ടാ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എങ്ങനെ നടത്താൻ പറ്റാ? നിനക്ക് ഞാൻ എങ്ങനെ നവീനെ നേടിത്തരാ? പറ മോളെ. മമ്മി, ഐ കാണ്ട്. മോളെ, കുറച്ചുനാൾ എല്ലാം ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. അവള് നവീന്റെ കുടുംബത്തിന്റെ ശാപം ഏറ്റുവാങ്ങാനുള്ളവളാ. കുറച്ചുനാൾ കഴിയുമ്പോ ചത്തുപോകാനുള്ളവളാ. അവളെ കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. മോള് വാ. നവീന് യാതൊരു സംശയവും തോന്നരുത്. കൃഷ്ണനെ കൊണ്ട് അയാളെ തിരിച്ചു വിളിപ്പിക്കാം. വാ മമ്മി. മോള് വാ വാ. ആ നവീനെ ഒന്ന് അങ്ങോട്ടേക്ക് വിളിച്ച് സംസാരിക്കണം. മോള ഫോൺ തന്നെ. ഇപ്പോ നവീനോട് ഗാഥ സംസാരിച്ചിരുന്നു. എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ചിലപ്പോ നവീൻ ചോദിക്കും. അതിനുള്ള മറുപടി എന്തെങ്കിലും പറയണം. ഓക്കെ? ഫോൺ സ്പീക്കറിലിട്ടെ. നിങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് എനിക്ക് കേൾക്കണം. ഹലോ, എന്തോടെ കട്ട് ചെയ്തു പോയത്? ഞാൻ പറഞ്ഞ ഇഷ്ടാവില്ലേ? അതുകൊണ്ടല്ല, പെട്ടെന്നേ എന്റെ മമ്മി വിളിച്ചു. ഓ, അതായിരുന്നു. എന്തായാലും മമ്മിക്കൊരു താങ്ക്സ് പറഞ്ഞേക്ക്. അതെന്തിനാ? നേരത്തെ താൻ ഫോൺ ചെയ്തപ്പോഴേ സിതാര ശ്രീനിവാസന്റെ സകല ഗൗരവമുള്ള മകളെ സംസാരിച്ച്. ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഇന്നലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾ തന്നെ. പഴയ ഓർമ്മകൾ തികട്ടി വന്നായിരിക്കും അല്ലേ? പക്ഷെ വേണ്ടത് താൻ ഈ പുതിയ ശൈലി തന്നെ സംസാരിക്കുന്ന എനിക്കിഷ്ടം. അതാ കേൾക്കാനൊരു രസം. താനെന്താ മിണ്ടാത്തെ? ഞാനെന്ത് സംസാരിക്കാനാ? നവീൻ പറയൂ. ഓ മൈ ഗോഡ്, മാറ്റം എന്നൊക്കെ പറഞ്ഞ ഇതാണ് മാറ്റം. നഗരത്തിന്റെ ഹൃദയത്തിൽ താമസിക്കുന്ന സിതാര ശ്രീനിവാസന്റെ മകളെ ഏതോ ഒരു നാട്ടിൻപുറത്തെത്തിയതുപോലെ. സകല മര്യാദകളും കാണിക്കുന്ന ശബ്ദം, നാണം, സങ്കോചം, ടോട്ടലി മിക്സഡ് ഫീലിംഗ്. പിന്നെ ഇന്നലെ ആ ലോണിൽ വെച്ചുണ്ടായ സംഭവമില്ലേ, എന്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോകുന്നില്ല. കണ്ണടച്ച
തൻ്റെ രൂപം തന്നെ ഞാൻ തൊട്ട രംഗം. എൻ്റെ എല്ലാ ഗൗരവങ്ങളെയും പറിച്ചെറിഞ്ഞ് എൻ്റെ മനസ്സിപ്പോൾ പ്രണയം മാത്രമായിട്ടുണ്ട്. ഓരോ നിമിഷം കഴിയും തോറും ഐ ലവ് യു മോർ ആൻഡ് മോർ. കഥ അതെ, ഞാനേ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാ മതിയോ? ഇവിടെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഏതാ പരമ ബോറൻ ഗസ്റ്റ്? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. സോറി മാഡം. എന്താ മമ്മി ഇത്? ഇനി മമ്മി ഒരു കാര്യം അങ്ങ് ചെയ്യേ. നവീന്റെ അവളുടെയും വിവാഹം എത്രയും പെട്ടെന്ന് അങ്ങ് നടത്തി കൊടുക്ക. എന്നിട്ട് സ്ഥിരമായി എന്നൊരു മുറിയിൽ അങ്ങ് പൂട്ടിയിട്. മകളുടെ സ്ഥാനത്ത് ഇപ്പൊ അവളുണ്ടല്ലോ. ഗാഥ, നവീൻ ആരെയാ സ്നേഹിക്കുന്നു പറഞ്ഞ്? ഗാഥയല്ലേ? അല്ലാതെ കൃഷ്ണൻ എന്നുള്ള ഒരാള് ജീവിച്ചിരിക്കുന്ന കൂടെ അയാൾക്ക് അറിയില്ലല്ലോ. മോളെ, അവന്റെ പ്രണയം മുഴുവൻ നിന്നോടാ. ഇത് ശരിയാവില്ല മമ്മി, ശരിയാവില്ല. ശരിയാവണം. നിന്റെ ജീവിതം മമ്മിക്ക് ശരിയാക്കി എടുക്കണം. പ്ലീസ് മോളെ. അമ്മേ വരൂ. അമ്മേ ഇരിക്ക. ഓ വേണ്ട വേണ്ട. എന്താ നന്ദ? അമ്മേ ഇങ്ങ വന്നേ. എന്താ നന്ദ? ഇതാരാ? ഇത് അയ്യപ്പൻ. ഇയാൾക്ക് തുണിക്കച്ചവടമാണ് തൊഴില്. ഇരിക്കൂ. വേണ്ട, ഞാൻ നിന്നോളാം. ഇരുന്ന് സംസാരിക്കാം. വീടുകളിലൊക്കെ പണ്ട് തുണിയും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ? ആ. അതുപോലെ ആ. ഇപ്പൊ എല്ലാരും കച്ചവടം നിർത്തി. ഓ. ഇയാള് തുടരുന്നുണ്ട്. അല്ല, ഇയാളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നമ്മൾ അന്വേഷിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, ഗുരുജി പറഞ്ഞ പെൺകുട്ടി, ഇയാൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നല്. പണ്ട് കളരിക്കൽ കുടുംബത്തിനെ ശപിച്ചുപോയൊരു തിരുമേനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകളെ ഇയാൾക്ക് അറിയുകയും ചെയ്യാം. ആ പരമ്പരയിൽ ഇപ്പോ ഒരുപാട് കുടുംബങ്ങളൊന്നും ഇല്ല. ഒന്നോ രണ്ടോ കൂട്ടരുണ്ട്. ഒരു കൂട്ടര് ബാംഗ്ലൂരിലും മറ്റുമാണ്. വേറൊരു കൂട്ടര് ചെങ്ങന്നൂരിനടുത്തുണ്ട്.